ഗൈസ് സവാരി വെൽക്കം ബിക്കോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഓരോ വീഡിയോസ് അയച്ചു തരാറുണ്ട്. സോ അതൊരു വീഡിയോ നമുക്ക് തന്നെ കാണിച്ചു. ഓക്കെ, അത് ഉപയോഗിക്കുന്ന രീതി പോലെ ഞാൻ ഈ ഒരു ഡയലോഗ് ഏകദേശം 10 വർഷം മുമ്പ് കേട്ടു തുടങ്ങി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTM ഒരു വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പറയും, ദേ ചെക്കൻ ചത്തു കൂട്ടോ, ആ വണ്ടി എടുത്ത് കൊടുക്കണ്ട, അതെ ആ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഇത്ര പേരെ ബാക്കിയുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഡയലോഗ് അടിക്കും. ഇപ്പോൾ റൈഡ് പോകുമ്പോഴായിക്കോട്ടെ പോലീസുകാർ ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് KTM വണ്ടിയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതേ ഇത്ര പേര് ചത്തു പോയിട്ട് നോക്കിയൊക്കെ പൊക്കോ എന്നുള്ള രീതി. ഇവർ പറയാനായിട്ട് തന്നെ ഏതാണ്ട് ഈ വണ്ടി തന്നെത്താൻ സ്റ്റാർട്ടായി പോയി ആളുകൾ ഇടിച്ചിടും, അതുപോലെ തന്നെ വണ്ടികളുടെ അടിക്കൊക്കെ തന്നെത്താൻ പോയി ആക്സിഡൻസ് ഉണ്ടാക്കുന്നു നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഇവർ പറഞ്ഞു വരുത്തുക. ഇവരുടെയൊക്കെ ഈ പേടിപ്പിക്കൽ കാരണം വീട്ടുകാർ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തു തരില്ല. നമ്മളെന്ന് പറഞ്ഞാൽ പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റാഞ്ഞിട്ട് കിട്ടിയ പെണ്ണിനെ കെട്ടേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. കഴിവും ബോധമില്ലാത്തവന്മാരുടെ കയ്യിൽ ഏത് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് ആവുന്ന കൂടി മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇതൊക്കെ പറഞ്ഞു വരുത്തണേ എന്നുള്ളതാണ് മറ്റൊരു സത്യം. സോ ഗൈസ്, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നുന്നത്, അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ അതായത് KTM കാലെടുത്ത KTM ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് എല്ലാവരും പറയുന്നതനുസരിച്ച് ഒരു കാലൻ്റെ വണ്ടിയാണല്ലോ. KTM അവിടെ പോയാൽ ആക്സിഡൻറ്റ്, അവിടെ പോയ ആക്സിഡൻറ്റ് ഉണ്ടാകും. KTM ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ ഒരു ആക്സിഡൻറ്റ്, അതിന് ഉത്തരവാദി KTM ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നമ്മൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരമാണ്. ഇത് ഒരാൾ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നിക്കുമല്ലോ, അതിൻ്റെ അപ്പുറത്ത് ഒരു KTM ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആ ഒരു KTM അല്ലെങ്കിൽ ഒരു അതേപോലെ ഒരു വണ്ടി, ഒരു ഡ്യൂക്കോ അല്ലെങ്കിൽ ഏതൊരു വണ്ടി ആയിക്കോട്ടെ അതിൻ്റെ ദേഹത്തായിരിക്കും പിന്നെ മൊത്തം പ്രശ്നമൊക്കെ, മൊത്തം ആക്സിഡൻറ്റ് ഒറ്റ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഒരു വാഹനം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ അപ്പോൾ ഇതിനോട് ഒരുപാട് പേര് പറയുന്നത് കാലിൻ്റെ വണ്ടിയാണ്, ഇതുപോലെ സഞ്ചരിക്കുന്നവർ കാലിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയാണെന്നൊക്കെ പറയും. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓരോ കാര്യം പോലെ ഇരിക്കും. എന്തായാലും KTM കാര്യം നോക്കുകയാണെങ്കിൽ KTM ഒരു ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്, അതായത് ഒരു സ്പോർട്സ് മോഡിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സോ എല്ലാവർക്കും ആ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് ഒരിക്കലും വരത്തില്ല. കാരണം സാധാ വണ്ടി വെച്ച് സാധാ ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസിൽ KTM ഓടിക്കാൻ നിന്നാൽ പണി കിട്ടും ഉറപ്പാണ്. കാരണം KTM ആ ഒരു രൂപം തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഓവർ പവറാണ്. ഓക്കെ, സോ പിടിച്ച് അടിച്ചങ്ങ് പോകുന്ന സംഭവമാണ് KTM. അതായത് സാധാരണ ഒരാൾക്ക് വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും KTM ഓടിക്കാൻ കഴിയത്തില്ല. ഓക്കെ, കാരണം KTM അതിൻ്റെതായ രീതിയിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചർ അങ്ങനെയാണ്. ഓക്കെ, അതായത് KTM പവറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സോ അതൊരു സ്പോർട്സ് വണ്ടിയാണ്, സ്പോർട്സ് മോഡ് വണ്ടിയാണ്. ഓക്കെ, സോ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഴിവും ബോധമുള്ളവർക്കൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പറയാൻ ഒരിക്കലും 100% ശരിയായി തോന്നിയിട്ടില്ല. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഭയങ്കര കഴിവും ബോധമൊക്കെ ഉണ്ട് വരുന്നത്, എൻ്റെ എതിരെ വരുന്ന വണ്ടിക്ക് കഴിവും ബോധം അല്ലെങ്കിൽ ഞാൻ തീർന്നില്ലേ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ വന്നാലും അവിടെ ഞാൻ തീർന്നു. എനിക്ക് കഴിവും ബോധം എന്ന് പറഞ്ഞ് എതിരെ വരുന്ന വണ്ടിക്ക് എതിരെ വരുന്ന വണ്ടിക്ക് കഴിവും ബോധമില്ലെങ്കിൽ ഞാൻ കൈയും കെട്ടി നോക്കുന്നത് വല്ല കാര്യമുണ്ടോ? സോ ടെക്നിക്കലായിട്ടും റോങ് വരാൻ ചാൻസ് ഉണ്ട്, എതിരെ വരുന്ന ആളുടെ ബോധമില്ലായ്മയും കൊണ്ട് ആക്സിഡൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു 50-50 ചാൻസ് ആണല്ലോ ആക്സിഡൻറ്റ് വരാതിരിക്കും. പിന്നെ KTM കാണിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് വെയിറ്റ് ആണ്, ഓടിക്കാൻ കുറച്ച് പ്രശ്നം വരും, അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ബൈ. ഓക്കെ.